സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിൽ എയർ പ്രൂണിംഗ് പോട്ടിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു തരുന്നത്. ഏത് സാധനത്തിനും ഗുണമുള്ളതുപോലെ ദോഷവുമുണ്ട്. അപ്പോൾ എയർ പ്രൂണിംഗ് പോട്ടിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. നമുക്ക് നിലവിൽ നമുക്ക് കേരളത്തിൽ ലഭിക്കുന്നത് 3 തരം എയർപോർട്ടാണ്. ഒന്ന് കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന കമ്പനിയുടെ എയർപോർട്ട്. ഇതാണ് കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന കമ്പനിയുടെ എയർപോർട്ട്. ഇത് അത്ര ഒരു കമ്പനി പറയുന്ന ലൈഫ് നമുക്ക് കിട്ടത്തില്ല. അതിൻ്റെ ബ്രാൻഡ് നെയിം അതിൻ്റെ സ്ക്രൂവിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ബ്രാൻഡ് നെയിം അതിൻ്റെ സ്ക്രൂവിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും. ഓക്കെ, റൈറ്റ് പോർട്ട്, ഇതാണ് റൈറ്റ് പോർട്ട് എന്ന് പറഞ്ഞ എയർപോർട്ടാണ്, റൈറ്റ് പോർട്ട്. അപ്പോൾ ഇത് കേരളത്തിന് പുറത്തുനിന്ന് വരുന്നതാണ്. അപ്പോൾ ഇത് അവർ കമ്പനിക്കാർ പറയുന്ന ഒരു 4 വർഷമാണ് പറയുന്നത്. പക്ഷേ പോളി ഹൗസിൻ്റെയൊക്കെ അടിയിലാണ് ഒരു 7 വർഷമൊക്കെ കിട്ടും. പക്ഷെ ഇവരുടെ തന്നെ പല ബാച്ചിലെയും അവരുടെ അവർ പറയുന്ന ലൈഫൊന്നും കിട്ടാറില്ല. ഇത് പലതും പൊട്ടിപ്പോവുകയും ചിലത് 6 മാസം കൊണ്ട് തന്നെ പൊട്ടിപ്പോയ എയർപോർട്ടുകളുണ്ട്. അവരുടെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് കൊണ്ടൊക്കെ ആയിരിക്കാം. ഒരു സമയത്ത് പല കംപ്ലയിൻസും കേട്ടിട്ടുണ്ട്. പക്ഷെ അവർ നല്ല രീതിയിൽ ഉണ്ടാക്കുന്നതൊക്കെ ഒരു 4 വർഷം ലഭിക്കുമെന്നാണ് അവർ പറയുന്നത്. പക്ഷെ അവർ പറയുന്ന അത്രയും നമുക്കിപ്പോൾ ലഭിക്കാറില്ല. പിന്നെ പറഞ്ഞല്ലോ, പോളി ഹൗസിൻ്റെ അടിയിലോ ഗ്രീൻ ഷീറ്റിൻ്റെ അടിയിലോ ഒക്കെ ആണെങ്കിൽ അതിന് മുകളിൽ കുറച്ചും കൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. ഇത് കേരളത്തിൽ ഇപ്പോൾ പുതിയതായിട്ടൊരു കമ്പനി ഉണ്ടാക്കുന്ന എയർപോർട്ടാണ്. ഇത് ഒരു 15 വർഷമാണ് കമ്പനി ലൈഫ് പറയുന്നത്. ഒരു 10 വർഷമെങ്കിലും നമുക്ക് മിനിമം പ്രതീക്ഷിക്കാം ഈ കമ്പനിയുടെ. ഇത് കപ്പലെ വരുന്ന എയർപോർട്ടാണ്. ഇത് ഒരു 10 വർഷത്തിന് മുകളിൽ ലൈഫ് പ്രതീക്ഷിക്കാം. കപ്പലെ വേറെ രാജ്യത്തു നിന്ന് വരുന്ന എയർപോർട്ടാണ്. ഇത് കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന എയർപോർട്ട്. അവർ 4 വർഷം ഒക്കെ ലൈഫ് പറയുന്ന എയർപോർട്ടാണ്. ഒരു 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കേരളത്തിലെ ചൂടുമൊക്കെ ഇതിൻ്റെ നന്നായിട്ട് നരയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് വീണ്ടും ഫ്രണ്ടിലൊന്നും ഇനി വെക്കാൻ കൊള്ളത്തില്ല, ബാക്കിലോ എന്തെങ്കിലുമൊക്കെ വെക്കാനേ കൊള്ളത്തില്ല. അതുകൊണ്ട് നമ്മൾ അഴിച്ചിട്ടേക്കുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ഇച്ചിരി കളറ് നമുക്ക് തോന്നും, അത് മഴ പെയ്ത് നനഞ്ഞു കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇച്ചിരി കളറൊക്കെ തോന്നുന്നത്. അപ്പോൾ ഇത് പറയുന്ന ലൈഫ് കിട്ടത്തില്ല. പിന്നെ ഇതാണ് ഇപ്പോൾ എയർപോർട്ടിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ചൊക്കെ പല ആൾക്കാരും ഇതിൻ്റെ വെച്ചിട്ടാണ് വീഡിയോ ഒക്കെ ചെയ്തേക്കുന്നത്. ഇത് ഇപ്പോൾ അവർ പറയുന്ന ലൈഫ് ഒന്നും കിട്ടത്തില്ല. ഇതും കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന എയർപോർട്ടാണ്. ചെടി നല്ല രീതിയിൽ നിൽപ്പുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എയർപോർട്ട് ഇതിൻ്റെ നന്നായിട്ട് നരയ്ക്കാനും പിന്നെ ചെളിയും ഒക്കെ, ചെളിയുടെ അല്ല, ഒരു കളറ് ഫെയ്ഡാകാൻ തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ പോർട്ടിന് ഒട്ടും തിക്നെസ് ഇല്ല. അപ്പോൾ നമ്മളിതിനകത്ത് ഈ വുഡ് ചിപ്സോ അല്ലെങ്കിൽ മറ്റേ ചകിരിച്ചോറോ അങ്ങനെയുള്ളതൊക്കെ നിറച്ച് കഴിഞ്ഞാൽ ഇത് ആ ഭാഗത്തെ ചകിരിച്ചോറങ്ങ് കമ്പോസ്റ്റ് ആയി കഴിയുമ്പോൾ പോട്ട് വളഞ്ഞു പോകും. മണ്ണ് നിറയ്ക്കുവാണെങ്കിൽ ആ പ്രശ്നം വരുന്നില്ല. പക്ഷേ കേരളത്തിലുണ്ടാക്കുന്ന എയർപോർട്ടാണെങ്കിൽ അത്രയും പ്രശ്നം വരുന്നില്ല. കാരണം അതിന് ഷീറ്റിന് തിക്നെസ് കൂടുതലാണ്. അപ്പോൾ അത് ഇതുപോലെ വളയത്തില്ല. ഇത് കണ്ടോ, ഇതും കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന കളർ എയർപോർട്ടാണ്. 2-3 ഷിഫ്റ്റിംഗ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ എഡ്ജും ഒക്കെ പൊട്ടുകയൊക്കെ ചെയ്യും. ഇതാ 2-3 ഷിഫ്റ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പല പൊട്ടലുണ്ട്, അതിനകത്ത് പൊട്ടലുകളുണ്ട്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞില്ലേ, കമ്പനി പറയുന്ന ലൈഫ് നമുക്ക് കിട്ടത്തില്ല. പിന്നെ ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോട്ടിംഗ് ആണ്, എക്സ്ട്രാ കോട്ടിംഗ് ആണ്. നമ്മുടെ ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന എയർപോർട്ട് അങ്ങനെയല്ല, ഫുള്ള് 2 സൈഡ് ഒരു കളറാണ്. അപ്പോൾ കളർ ഫേഡിന് ചാൻസ് കുറവാണ്. ഇതെന്ന് പറയുമ്പം ഇത് ഒരു കോട്ടിംഗ് ആയതുകൊണ്ട് ഈ കോട്ടിംഗ് അങ്ങ് ഉരഞ്ഞു പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറ് പോകും, പിന്നെ വൃത്തികേടാവും. ഇതും കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന എയർപോർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം പറയാനാണ് ഇത് കാണിച്ചത്. അപ്പോൾ പല ആൾക്കാരുടെയും പല നഴ്സറി പോലും ചെന്ന് കഴിയുമ്പം എയർപോർട്ടിൽ അവർ കൃഷി ചെയ്തേക്കുന്ന രീതി ഞാൻ പല നഴ്സറിയിലും എല്ലാം കണ്ടിട്ടുണ്ട്. അവർ പകുതി മണ്ണേ നിറയ്ക്കത്തുള്ളൂ. അതായത് ഈ എയർപോർട്ടിൽ പകുതി മണ്ണ് അവർ നിറയ്ക്കും. പകുതി മണ്ണ് നിറച്ച് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഇത് തന്നെ എടുത്തു, ഈ പകുതി മണ്ണ് നിറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളവും വളവും എല്ലാം ഈ ഹോളിൽ കൂടെ പുറത്തോട്ട് പോകും. അപ്പോൾ നമുക്ക് ആ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ എന്ത് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഫുള്ള് മണ്ണ് നിറയ്ക്കുക. അല്ലെങ്കിൽ ഈ വെള്ളവും വളവും ഒക്കെ ആ ഹോളിൽ കൂടെ അരിക്കാതെ തന്നെ പുറത്തോട്ട് പോകും. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എയർപോർട്ടിൽ എന്തെങ്കിലും ചെയ്തവരാണെങ്കിൽ 1-2 ആഴ്ച കഴിയുമ്പോൾ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ കുറച്ച് താഴും. അപ്പോൾ താഴുമ്പോൾ മണ്ണൊന്ന് ടോപ്പപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് മണ്ണ് ഏകദേശം എപ്പോഴും ഈ ഒരു ലെവലിൻ്റെ തൊട്ട് താഴെയെങ്കിലും മണ്ണ് നിൽക്കണം. ഈ ലെവലിൽ മണ്ണ് നിന്നാലേ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഒഴിക്കുന്ന വെള്ളവും വളവും പുറത്തോട്ട് പോകും, നിങ്ങൾക്ക് ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടത്തില്ല. പിന്നെ എയർപോർട്ടിൻ്റെ ഇതിലേക്കൂടെയൊക്കെ പുല്ല് വരും കേട്ടോ. ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ഇതുള്ളതുകൊണ്ട് ഇതിലേക്കൂടെ പുല്ല് വരാനൊരു വരും.
അതുകൊണ്ട് വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ വരുന്ന പുല്ല് വരുവാണെങ്കിൽ അതങ്ങ് പറിച്ച് കളഞ്ഞേക്കണം. ഞാൻ മണ്ണ് ഈ ഒരു ലെവലിൽ നിർത്തല്ലെന്നാണ് പറഞ്ഞത്. കാരണം ഒഴിക്കുന്ന വെള്ളവും പുറത്തോട്ട് പോകും. ഞാനിത് വേറൊരു ചെറിയ പോട്ടിലാണ് നിന്നത്. അതിങ്ങോട്ട് പറിച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ ബാക്കി മണ്ണ് ഫില്ല് ചെയ്യാതെ നിർത്തിയേക്കുന്നതാണ്. അപ്പം ഈ ഒരു പല നഴ്സറിയിലും ഞാൻ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പം അവർ ഈ ഒരു ലെവലിലൊക്കെ മണ്ണ് നിർത്തിയേക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ വെള്ളവും നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ വെച്ചിട്ട് വെള്ളവും പുറത്തോട്ട് പോകും. അപ്പോൾ നമുക്ക് ആ ചെടിക്ക് വെള്ളവും ഉദ്ദേശിച്ച രീതിയിൽ കിട്ടാതെയാവും. പിന്നെ ഇത് കേരളത്തിന് പുറത്തുനിന്ന് ഇന്ത്യക്ക് പുറത്തുനിന്ന് കപ്പലേ വരുന്ന എയർപോർട്ടാണ്. പക്ഷേ ഇത് നമ്മുടെ ക്വാളിറ്റി ഒക്കെ നല്ലതാണ്. പക്ഷെ നമ്മുടെ കേരളത്തിൽ വരുമ്പോൾ ഇതിന് മൊത്തം ഹോൾസാണ്, അടി തൊട്ട് മോൾ വരെ ഹോൾസാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അവിടെ എന്നൊക്കെ പറഞ്ഞാൽ മണ്ണിന് നല്ല വളമുണ്ട്. അപ്പോൾ നമുക്ക് ഇച്ചിരി അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ ഇതിൽ വരുമ്പോൾ ഈ ഒരു ഫുള്ള് ഹോൾസ് ആകുമ്പോൾ ഒഴിക്കുന്ന വളവും എല്ലാം അത് കുറച്ച് പോവും. പിന്നെ എയർപോർട്ടിലും ചെടിച്ചെടിയിലും ഒക്കെ നിങ്ങൾ ഒരുമിച്ച് ഒരുമിച്ച് വളമെല്ലാം ഒരുമിച്ച് ഇട്ട് കൊടുക്കാതിരിക്കുക. ഓരോ മാസമോ അല്ലെങ്കിൽ 1.5 മാസമൊക്കെ കൂടുമ്പോൾ ഇട്ട് കൊടുക്കുക. ഒരുമിച്ചെല്ലാം കൂടി ഇട്ട് കൊടുക്കരുത്. ഇത് നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കുന്നതാണ്. മുകളിലൊരു തടയുണ്ട്. അതായത് നമ്മൾ വളമൊക്കെ ഒന്ന് തടയാൻ വേണ്ടി ഒരു തടയുണ്ട്. അപ്പം നിങ്ങൾ മണ്ണ് ഇവിടം വരാനെങ്കിലും നിറയ്ക്കുക. എന്നിട്ട് വളവും ഒന്ന് അരിച്ചിട്ട് വേണം പോകാൻ, അല്ലാതെ നേരിട്ട് പുറത്തോട്ട് പോകാൻ സമ്മതിക്കരുത്. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന ഞാൻ മറ്റൊരു വീഡിയോ കാണിച്ചാണ്. അതിൻ്റെ ബാക്കി ഇവിടെ കിടക്കുന്നതാണെന്ന് കാണിച്ചതാണ്. ഇതിപ്പോൾ കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന ഇതിങ്ങനെ ടക്ക് നമുക്ക് ഒടിക്കാം. ഇങ്ങനെ നമുക്ക് പീസാക്കി തീരെ ചെറുതാണ്. ഇങ്ങനെ പീസ് കൈ കൊണ്ട് തന്നെ ഇത് പീസാക്കാം. ഇങ്ങനെ പൊട്ടിച്ച് കളയാം. അത് വലിയ ബിൽഡ് ക്വാളിറ്റി തീരെ മോശമാണ്. നമുക്ക് ഇത് കണ്ടോ, ഇത് ഓൾറെഡി പൊട്ടിയിരിക്കുന്നതാണ്. നമുക്ക് ഇതിങ്ങനെ ആ ആംഗിൾ പൊട്ടിയില്ല. ഓക്കെ. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ മടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം. പീസായിട്ട് നമുക്കിങ്ങനെ പോരും. പക്ഷേ ഇത് നമ്മളിപ്പം കേരളത്തിൽ ഉണ്ടാക്കാൻ തുടങ്ങിയ ക്വാളിറ്റിയാണ്. അത് നമുക്ക് വേണമെങ്കിൽ ഇപ്പം ഞാൻ ഓൾറെഡി മടക്കിയതാണ്. കേട്ടോ, നമുക്ക് ഇതിപ്പം മടക്കി വേണമെങ്കിൽ ചവിട്ടി ഉണ്ടോ ആ പാട് വരുമെന്നല്ലാതെ ഇത് അങ്ങനെ പൊട്ടത്തില്ല. പക്ഷെ പൊട്ടിക്കണമെങ്കിൽ നമുക്ക് പൊട്ടിക്കാം. ഇത് വേണമെങ്കിൽ കല്ലിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൊട്ടിക്കാം. പക്ഷെ എന്നാലും ഏത് സാധനം നമുക്ക് പൊട്ടിക്കണമെങ്കിൽ നമുക്ക് പൊട്ടിക്കാം. ഇപ്പോൾ എഡ്ജൊക്കെ ആണെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷനിലൊക്കെ ചെറിയ ഇതൊക്കെ ചിലപ്പം ഒത്തിരി ലോഡിലൊക്കെ ചെറിയൊരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ ഈ എയർപോർട്ട് പോലെ നമ്മുടെ കേരളത്തിന് പുറത്തുനിന്ന് പോലെ ടക്കയെന്ന് പൊട്ടിയല്ല. അപ്പം അതിനേക്കാൾ ഒരു 3 ഇരട്ടി എന്നല്ല 4 ഇരട്ടി വേണമെങ്കിൽ ക്വാളിറ്റി ഇപ്പം നമ്മുടെ എയർപോർട്ടിന് ഉണ്ടെന്ന് പറയാം. ഇപ്പോൾ എയർപോർട്ടിൻ്റെ എല്ലാവരുടെയും കംപ്ലൈൻ്റ് ആണ് ഇത് പെട്ടെന്ന് ഡാമേജ് ആവുന്നു, ഇത് ക്രാക്ക് ആവുന്നു. അപ്പോൾ അന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ കംപ്ലൈൻറ്റ്. അപ്പോൾ അത് നമ്മുടെ എയർപോർട്ടിന് ആ ഒരു പ്രശ്നം വരത്തുമില്ല. നമ്മുടെ എയർപോർട്ട് നമ്മളിപ്പോൾ ചെയ്യാൻ തുടങ്ങിയേ ഉള്ളൂ. അതൊരു 1.5-2 മാസമേ ആയുള്ളൂ വരാൻ ഇപ്പം ആയിട്ട്. അപ്പോൾ അത് കളറും ഒക്കെ ഉണ്ട്. അത് കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന പോട്ടാണ്. ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പോട്ടാണ്. അപ്പോൾ അത് പിന്നെ കളർ പോകത്തില്ലെന്നാണ് പറഞ്ഞേക്കുന്നത് കമ്പനി. പക്ഷെ എന്നാലും നമുക്കത് 100% 10-20 ലക്ഷം രൂപയുടെ കാറിൻ്റെ പോലും കളർ പോകുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ പോകത്തില്ലെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പം അതൊക്കെ ബ്ലാക്ക് ഒക്കെ ആണെങ്കിൽ ഒരു 10-15 വർഷം ലൈഫ് കിട്ടേണ്ടതാണ്. ഓക്കെ. അപ്പം ഇതാണ് എയർപോർട്ടിനെ കുറിച്ചുള്ള ദോഷവശങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. പിന്നെ എയർപോർട്ട് കഴിയുന്നതും വാങ്ങിക്കുമ്പോൾ ക്വാളിറ്റി ഉള്ളത് മേടിക്കുക. കാരണം എന്താ വെച്ചാൽ പ്രൈസ് വലിയ വ്യത്യാസമില്ല. ഒരു 20 രൂപയുടെയൊക്കെ വ്യത്യാസം തമ്മിലേ വരുള്ളൂ. അപ്പം അതുകൊണ്ട് കേരളത്തിൽ ഉണ്ടാക്കുന്ന ഇപ്പോഴത്തെ പുതിയ ക്വാളിറ്റി എയർപോർട്ടാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മൾ യൂട്യൂബിലും ഒക്കെ ഒത്തിരി പേര് ഇതിനെക്കുറിച്ച് ഫീഡ്ബാക്ക് മോശം കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അതെല്ലാവരും ഇട്ടേക്കുന്നത് ഞാൻ പറഞ്ഞു, അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചാണ് മോശം ഇട്ടേക്കുന്നത്. അപ്പം പിന്നെ ഇതിനകത്ത് ബാക്കി റോഡ് പ്രൂണിങ് ഒക്കെ നടക്കും. അതിനെക്കുറിച്ച് സയൻറ്റിഫിക് ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, എയർ പ്രൂണിങ് പോർട്ടിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ ഗുണങ്ങളും. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് ഇപ്പോൾ മോശം എയർപോർട്ടിനെ കുറിച്ചുള്ള ദോഷങ്ങളാണ്. എന്നാൽ ശരി, എന്നാൽ ആയിക്കോട്ടെ.